5-6 ആള് വന്നും ചെയ്തിട്ട് എന്റെ മകൻ വീട്ടിലിവിടെ ചോറും തൂണ്ടി നിൽക്കുകയായിരുന്നു. അപ്പൊ അവനെ തല്ലാൻ വന്നപ്പോ ഞാൻ 2 കുട്ടികളെയും കൂടി പയ്യൻ പത്തായിരുന്നു. അവന് ഓടിക്കൊണ്ട് വരികയായിരുന്നു. അവനെ കല്ലെടുത്ത് കുത്താനും തല്ലാനൊക്കെ വന്നു. കുട്ടികളിതാ ഡ്രസ്സ് പിടിച്ച് വലിച്ച് മാലിനൊക്കെ പൊട്ടിച്ചു, ഡ്രസ്സ് പിടിച്ച് വലിച്ചു, ചെയറും കൂടി തല്ലി എന്റെ മാലിന്റെ മൂക്കിന്റെ ഇവിടെ പൊട്ടിയ ചിങ്ങള് വെച്ചിട്ട് പൊട്ടി എന്റെ അതെ അതെ മണ്ടായിൽ കമ്മ്യൂണിസ്റ്റ്. ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ പാർട്ടിക്ക് വേണ്ടിയും നേതാക്കന്മാർക്ക് വേണ്ടിയും അണികൾ ഇവിടെ നെട്ടോട്ട് ഓടുവാണ്. നമ്മളിപ്പോൾ വാർത്തകളിൽ കാണുന്നുണ്ട്, കുറുവടിയും കൊടുവാളും ഒക്കെ ആയിട്ട് ഓടി നടന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു കൂട്ടം യുവാക്കൾ ഓരോ വീടുകൾ കയറി ആക്രമിക്കുന്നു. ഒന്നാലോചിച്ചാൽ നിങ്ങൾ ഇതുകൊണ്ട് എന്ത് നേടുന്നു? എനിക്ക് ഇവരോടാണ് ചോദ്യം. ഈ സംഘം ചേർന്ന് ആക്രമിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഈ ചെറുപ്പക്കാരോടാണ് എൻ്റെ ചോദ്യം. മക്കളെ, നിങ്ങൾ ഇതുകൊണ്ട് എന്താ നേടുന്നത്? നിങ്ങൾക്ക് ചുറ്റും നിങ്ങളൊരു ശത്രു വലയത്തെ സൃഷ്ടിക്കുന്നു. അതിനപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? നാളെ ഒരിക്കൽ നിങ്ങൾക്ക് PSCയിൽ പിൻവാതിൽ നിയമനം തരാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നേതാക്കന്മാർ പുറത്തേക്ക് ഇറക്കി വിടും, ഇത്തരം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ. എന്നിട്ടോ ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ പോലീസിൻ്റെ ഇടിമേടിക്കുന്നത് നിങ്ങളല്ലേ? നിങ്ങളുടെ കുടുംബത്തെ അവർ സഹായിക്കുമോ? ആലോചിച്ചു നോക്കൂ. നിങ്ങൾ സമൂഹത്തിൽ കുറേ ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് ഒറ്റയ്ക്കിറങ്ങി നടക്കാൻ പറ്റുമോ? എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്? ഇങ്ങനെ നിങ്ങൾ ശത്രുക്കളെ ഉണ്ടാക്കിയെടുത്ത് എപ്പോഴും നിങ്ങൾക്കൊരു സംഘബലം കൂടെ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. വീടിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റുമോ? നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പം നമ്മൾ കഴിയുന്നതും ശത്രുക്കളെ സൃഷ്ടിക്കാതെ നമ്മുടെ ശത്രുവായിട്ട് വരുന്നവനെ പോലും മിത്രമാക്കി പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അംഗസംഖ്യ കൂട്ടാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ ഇത്തരം വലിയ പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പാർട്ടിയുടെ അംഗബലം കുറയും. പാർട്ടിയുടെ അംഗബലം കുറയുമ്പോൾ പാർട്ടി ക്ഷയിക്കും. അതാദ്യം മനസ്സിലാക്കുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, പൾസർ സുനി, ഇത് കൊട്ടേഷൻ കൊടുത്ത ആൾ ആര് തന്നെയായാലും അവർ ശിക്ഷ അനുഭവിക്കുന്നുണ്ടോ? പൾസർ സുനിയുടെ വീടാണ് അതെന്ന് പറയുമ്പോൾ ആരാണെങ്കിലും വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകൂല്ലേ? ആ അവസ്ഥ സൃഷ്ടിച്ചിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഒക്കെ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ആലോചിക്കണം. ഈ വീഡിയോ കാണുന്ന ഇങ്ങനെ തല്ലാനും കൊല്ലാനും വേണ്ടി പോകുന്ന അണികളുടെ ബന്ധുക്കാരോ വീട്ടുകാരോ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.